ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പലരും പ്രണയിക്കുന്നുണ്ട്. എന്നാൽ ചിലർ ഒരാളെ പ്രണയിക്കുക അവരെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ മറ്റു ചിലർ ഒരു വ്യക്തിനെ പ്രണയിക്കുന്നത് വെറുതെ ടൈം പാസ്സായിട്ടുമാണ്. ഇനി നിങ്ങൾ പ്രണയിക്കുന്ന പെൺകുട്ടിക്ക് ഇനി പറയാൻ പോകുന്ന ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് അവളെ ധൈര്യമായിട്ട് വിവാഹം കഴിക്കാം. കാരണം ഈ ഒരു പെൺകുട്ടീനെ നിങ്ങൾ വിവാഹം കഴിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിരിക്കും. നോക്കാം എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് ഒരു പെണ്ണിന് വേണ്ടത് എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ്, നിങ്ങൾ പ്രണയിക്കുന്ന ടൈമിൽ ഈ ഒരു പെൺകുട്ടി അത്യാവശ്യം പിശുക്കിയൊക്കെയാണ് എങ്കിൽ, അതായത് കുറച്ചധികം പിശുക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു പെൺകുട്ടി കാണിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ ഒരു പെൺകുട്ടീനെ വിവാഹം കഴിക്കാം. കാരണം ആഫ്റ്റർ മാരേജ് ഈ ഒരു പെൺകുട്ടി അമിതമായിട്ട് അങ്ങനെ പൈസ ദൂർത്തടിക്കുകയോ അല്ലെങ്കിൽ ഓവറായിട്ട് ഷോപ്പിങ് കാര്യങ്ങളൊക്കെ പോയിട്ട് നിങ്ങളുടെ പേഴ്സ് ഒരിക്കലും കാലിയാക്കുകയോ ഒന്നും ചെയ്യത്തില്ല. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും പിശുക്ക് കാണിക്കും. അതായത് നിങ്ങൾ അവൾക്ക് എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞാൽ പോലും ഓ വേണ്ട, പൈസ പോകും, നീ അത് സൂക്ഷിച്ച് വെക്ക്, ഇങ്ങനെയാണ് ആ ഒരു പെൺകുട്ടി പറയുന്നത് എങ്കിൽ നിങ്ങളുടെ ലൈഫ് അടിപൊളിയായിരിക്കും. കാരണം എല്ലാത്തിലും ഒരു സേവിങ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ കിടന്ന് വലിയേണ്ട, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആർഭാടം കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആരുടെ അടുത്തു നിന്നും പൈസ ഒന്നും കടം വാങ്ങിക്കേണ്ട ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഈ ഒരു പെൺകുട്ടി ഉണ്ടാക്കത്തില്ല. ഇത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. സോ ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ ഒരു പെൺകുട്ടി താങ്ങും തണലുമായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ എന്ത് സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ ഇട്ടിട്ട് പോകാത്തൊരു പെൺകുട്ടിയാണ് കൂടെ ഉള്ളത് എങ്കിൽ നിങ്ങളുടെ ലൈഫ് നല്ല കളറായിരിക്കും. ചില പെൺകുട്ടികളുണ്ട്, ഈ പ്രേമിക്കുന്ന പുരുഷന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ കഷ്ടപ്പാടോ ഒക്കെ വരുമ്പോഴത്തേക്കും ഇവനെ വേണ്ടാന്ന് വെച്ചിട്ട് അടുത്ത ആളെ തേടി പോകും. അവർക്ക് ലൈഫ് എന്ന് പറയുന്നത് ഒരു തമാശ പോലെ ആയിരിക്കും, സീരിയസ് ആയിട്ട് കാണത്തേ ഇല്ല. പക്ഷേ പെൺകുട്ടി ലൈഫിനെ നല്ല സീരിയസ് ആയിട്ട് കാണുന്നു, ഏത് സിറ്റുവേഷനിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പെൺകുട്ടിനെ വിവാഹം കഴിക്കാം. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു പെൺകുട്ടിക്ക് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ വീട്ടുകാരെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ സ്നേഹിക്കാൻ ഒക്കെയുള്ളൊരു കഴിവുണ്ടായിരിക്കും. ഒരിക്കലും നിങ്ങളുടെ വീട്ടുകാരെ മാറ്റി നിർത്തുകയോ അല്ലെങ്കിൽ കുറ്റം പറയുകയോ ഒന്നും ചെയ്യത്തില്ല. ഇങ്ങനെയൊക്കെ ആ ഒരു പെൺകുട്ടി ചെയ്യുന്നു എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടി നല്ലൊരു വൈഫ് തന്നെയായിരിക്കും നിങ്ങൾക്ക്. ഇതാണ് തേർഡ് പോയിന്റ്. ഇനി ഫോർത്ത് പോയിന്റ് എന്ന് പറയുന്നത്, ലൈഫിൽ എല്ലാവർക്കും ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലി ഒന്ന് കരയേണ്ടി വരികയാണ്. നിങ്ങളിങ്ങനെ കരയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ വെച്ചിട്ട് ഈ ഒരു പെൺകുട്ടി ഒരിക്കൽ പോലും നിങ്ങളെ കളിയാക്കത്തില്ല. അതായത് നീ അന്ന് കരഞ്ഞില്ലേ, ഭയങ്കര മോശമായിപ്പോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങളെ നാണം കെടുത്തത്തില്ല. നിങ്ങളുടെ ഇമോഷൻസ് വെച്ചിട്ട് ഈ ഒരു പെൺകുട്ടി നിങ്ങളെ കളിയാക്കത്തില്ല. ഇത്തരത്തിലുള്ള ഒരു പെൺകുട്ടിയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു പെൺകുട്ടിനെ വിവാഹം കഴിക്കാം. ഇതാണ് ഫോർത്ത് പോയിന്റ്. ഇനി ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത്, ഇതും പേരൻസുമായിട്ട് റിലേറ്റഡ് ആണ്. അതായത് ഈ ഒരു പെൺകുട്ടി ഒരിക്കലും നിങ്ങളെ നിങ്ങളുടെ പേരൻസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കത്തില്ല. അതായത് ഒരു റിലേഷൻഷിപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും കുറേ അധികം ഫ്യൂച്ചർ പ്ലാൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാകും. ഈ ഒരു പ്ലാനിങ്ങിൻ്റെ ഇടയിൽ എപ്പോഴും ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ പേരൻസിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നു. അതായത് നമുക്ക് ഒരുമിച്ച് താമസിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ആ ഒരു പ്ലാനിങ്ങിൽ നിങ്ങളുടെ പേരൻസും ഉണ്ടായിരിക്കും. ഒരിക്കൽ പോലും നിങ്ങളെ അവരിൽ നിന്ന് മാറ്റണം എന്ന് ഈ ഒരു പെൺകുട്ടി ചിന്തിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു പെൺകുട്ടീനെ വിവാഹം കഴിക്കാവുന്നതാണ്. ഇതാണ് ഫിഫ്ത്ത് പോയിന്റ്. ഇനി സിക്സ്ത് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടാകുന്ന സന്തോഷം എന്താണോ ആ ഒരു സന്തോഷം അവളുടേത് കൂടിയായിരിക്കും. നിങ്ങളുടെ സന്തോഷത്തിൽ നന്നായിട്ട് സന്തോഷിക്കുകയും അതേപോലെ തന്നെ നിങ്ങളുടെ വിഷമങ്ങളിൽ കൂട്ടായിട്ട് ഈ ഒരു പെൺകുട്ടി നിൽക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാവുന്നതാണ്. ഇതാണ് സിക്സ്ത് പോയിന്റ്. ഇനി സെവൻത് പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഈ ഒരു സിറ്റുവേഷന് വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാനും ഈ ഒരു പെൺകുട്ടി തയ്യാറാകുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടീനെ നിങ്ങൾക്ക് ലൈഫ് ലോങ് നിങ്ങളുടെ കൂടെ കൂട്ടാം എന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യാനും ഈ ഒരു പെൺകുട്ടി റെഡി ആയിരിക്കും.
പിന്നെ ഈ പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും നിങ്ങളുടെ ഒരു പെൺകുട്ടിയിൽ കാണണം എന്നുമില്ല. കാരണം എല്ലാവരും ഡിഫറെൻ്റ് ആണ്, എല്ലാവരുടെയും ക്യാരക്ടറും ഡിഫറെൻ്റ് ആണ്. എന്നിരുന്നാലും കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധാപൂർവ്വം കേട്ട് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സപ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.